2026 ജനുവരി മാസം 4-ാം തീയതി മുതൽക്ക് 10-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് വൃശ്ചികം ആണ്. വൃശ്ചികം സ്കോർപ്പിയോ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് വൃശ്ചിക കൂറിൽ വരുന്നത്. ഇവർക്ക് 2-ാം ഭാവത്തിൽ ധനു രാശിയിലാണ് ശുക്രനും ചൊവ്വയും ബുധനും സൂര്യനും വരുന്നത്. ഈ ഗ്രഹയോഗം അവർക്ക് ധനപരമായിട്ട് അനുകൂലമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ ചൊവ്വയുടെ 2-ാം ഭാവത്തിലെ ഇതുകൊണ്ട് പ്രസൻസ് കൊണ്ട് ചില ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ അവർക്കുണ്ടായ ഫലങ്ങൾ തന്നെ ഇവിടെ സംഭവിക്കാവുന്ന വാക്കുകൾ സൂക്ഷിച്ച് വേണം. വാക്കുകൾക്ക് ശക്തി ഉണ്ടാവും. അത് മറ്റുള്ളവരാൽ അനുസരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അതിൻ്റെ രൂക്ഷത കൊണ്ടുണ്ടാകുന്ന ചില ഫ്രിക്ഷൻസ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട് അവരെ അംഗീകരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. ധനപരമായിട്ട് വസ്തു വിൽപ്പന കൊണ്ടും അതുപോലെ വാങ്ങുക, വിൽക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയങ്ങളോ അത് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവർക്കോ ബിസിനസ് ചെയ്യുന്നവർക്കോ ഒക്കെ ഗുണകരമായിട്ടുള്ള കാലമാണ്. അത് സംബന്ധിച്ചുള്ള ചിലവുകൾ, ഭൂമി സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് ചില യാത്രാ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും. ചെറിയ അപകടങ്ങളുണ്ടാകാനും ചില മുറിവുകൾ സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതും ചെറുതാണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് വീട്ടിൽ സന്തോഷത്തോടു കൂടിയുള്ള കാലമാണ് ഉണ്ടാകുന്നത്. കുടുംബത്തിൽ വെച്ച് നടക്കേണ്ട ദീർഘകാലത്തേക്കുള്ള ഉന്നം വെച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവർക്ക് പരിഹാരമായിട്ട് സുബ്രഹ്മണ്യനെ ഭജിക്കുക, മുരുകക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കർപ്പൂരം സമർപ്പിക്കുക, ഇതൊക്കെ അനുകൂലമായിട്ടുള്ള കുങ്കുമം ധരിക്കുക, കുങ്കുമാഭിഷേകം നടക്കുന്ന സ്ഥലത്ത് അവിടെ അത് ചെയ്യുകയോ ആ പ്രസാദം ധരിക്കുകയും വീട്ടിൽ കൊണ്ടുവയ്ക്കുകയും ഒക്കെ അനുകൂലമായിട്ടുള്ള ഫലം സിദ്ധിക്കുന്നതാണ്.